നമുക്ക് ദേവോസരം സിനിമ എന്ന സിനിമയിൽ ഒരു വില്ലൻ ഉണ്ടായിരുന്നു, നെപ്പോളിയൻ. അതുപോലെ തന്നെ ഈ അടുത്ത ഒരു സിനിമയിൽ വന്നൊരു വില്ലനാണ് പ്രകാശ് വർമ്മ എന്ന ജോർജ് സാർ. ആദ്യം നമുക്ക് നെപ്പോളിയനിലേക്ക് പോവാം. നീലകണ്ഠ, ഒരു കാറ് കത്തിച്ച ശേഖരന് പുല്ല, പകരം നിന്റെ തറവാട് കത്തിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ പക പോക്കാൻ ഇറങ്ങിയതാകടാ. ഈ പുരുഷാരവം നോക്കി നിൽക്കേ, നിന്നെ പട്ടിയെപ്പോലെ ശേഖരൻ തല്ലും. നീ അത് കൊണ്ടോളണം. നിന്റെ കയ്യെങ്ങാനൊന്ന് ഉയർന്നിയാൽ, നിന്റെ കയ്യെങ്ങാനൊന്ന് പൊന്തിച്ച നിന്ന് കത്തും, നിന്ന് ദഹിക്കും. അടുത്ത അതേ ഒരു ടോൺ തന്നെയാണ് നമ്മുടെ പ്രകാശ് വർമ്മ ജോർജ് സാറിൻ്റെയും. 36 വർഷമായിടാ ബെൻസേ ഞാൻ പോലീസിലെ. അതിനിടയിൽ അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലെനിക്കൊരു റിഗ്രറ്റ് ഇല്ലടാ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? എന്നെയോ? നിന്റെ മുമ്പിൽ ജോൺ സാർ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ മുമ്പിൽ ജോൺ സാർ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ, നീ ജോൺ സാറിനെ കുറിച്ച് ഒരുപാട് പഠിക്കാൻ തന്നെയാ. ഇത് എന്താ കഥയാടാ? അവസാനമായി സുരേഷ് ഗോപിയും കൂടെ ചെയ്തിട്ട് ഇതാണ്. സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു ശൈലി. ഇളയമില്ല ഒഴുകുരുതേ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തന്നു, അതെൻ്റെ ഹൃദയത്തിലിരിക്കും. ഇവിടെ വേദനിപ്പിക്കുന്ന ആരെയും പരിഹാസങ്ങളും ട്രോളുകളും ആവശ്യത്തിനാക്കുമ്പോൾ അത് നല്ലതാണ്. അതതിരി വിടുമ്പോൾ വേദനിക്കുന്നത് മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ്. Just remember that. നന്ദി, നമസ്കാരം.